കുളുത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിലെ മത്സ്യങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തെ തുടർന്ന് ചത്തുപൊങ്ങുന്നു. ശാസ്താവിൻ്റെ കളിത്തോടരായാണ് മത്സ്യങ്ങളെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ തിരുമക്കളെന്നാണ് ഇവയെ അറിയപ്പെടുന്നതും. എന്നാൽ ജലനിരപ്പ് താഴുന്നതോടെ കല്ലടയാറിലൂടെ ഒഴുകിവരുന്ന മാലിന്യങ്ങൾ തിരുമക്കളുടെ കടവിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതോടെ കീടങ്ങളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണിവിടെ. തിരുമക്കളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുമക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ദേവസ്വം ബോർഡും പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കല്ലടയാറിന് കുറുകെ ബണ്ട് നിർമ്മിച്ച് വശങ്ങളിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. കുമ്പളങ്ങി ടൂറിസ്റ്റ് വില്ലേജ് മേധാവി മുരളീധര മേനോനായിരുന്നു പദ്ധതിയുടെ സൂത്രധാരൻ. എന്നാൽ പദ്ധതി ബാധ്യതയാകുമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രതിവർഷം 1/2 കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് കണ്ണുവെക്കുന്നത്. ക്ഷേത്രത്തിലെ തിരുമക്കളെ സംരക്ഷിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ലെങ്കിൽ പുതുതലമുറയ്ക്ക് തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെപ്പറ്റി മുതിർന്നവർ പറഞ്ഞു നൽകുന്ന ഒരു കഥ മാത്രമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.